ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ മഹേഷ് ഉഷസ്. ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായി കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത്. വൈഷ്ണവ മന്ത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ് ദ്വാദശാക്ഷരി മന്ത്രം. വളരെയധികം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന വൈഷ്ണവ ഭക്തരുടെയൊക്കെ വളരെയധികം പ്രിയപ്പെട്ടതായിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും ജപിക്കുവാൻ ഉതകുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന വളരെ പരമപ്രധാനമായ ഒരു മന്ത്രമാണ് ഈ ദ്വാദശാക്ഷരി മന്ത്രം. 12 അക്ഷരങ്ങൾ അടങ്ങുന്ന ഈ മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളതാണ്. ഇത് വളരെയധികം ശ്രദ്ധയോടെയും ഭക്തിയോടെയും കൂടി ജപിച്ചാൽ ഭഗവത് കടാക്ഷം ഉടനടി തന്നെ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ നമ്മളിലേക്ക് എത്തുവാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. വൈഷ്ണവ ഭക്തർക്ക് ഏറ്റവും ലളിതമായ തരത്തിൽ ഉതകുന്ന തരത്തിൽ അല്ലെങ്കിൽ ജപിക്കുവാൻ പറ്റുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഈ മന്ത്രം നാരദ ഋഷി ധ്രുവനെ ഉപദേശിച്ചു കൊടുത്തതാണ്. ഈ മന്ത്രത്തിൻ്റെ ഐതിഹ്യം എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ചർച്ച ചെയ്യുന്നത്. മനനത്രായതേ ഇരി മന്ത്രഹ എന്നാണ്, അതായത് മനസ്സിൽ ത്രാണനം ചെയ്യുന്നതാണ് മന്ത്രം. മന്ത്രങ്ങൾ പരമപ്രദവും മോക്ഷദായകവുമാണ്. മന്ത്രം ജപിക്കുന്നതിലൂടെ മാനസികമായ ഉയർന്ന തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന പല മന്ത്രങ്ങളും ഹൈന്ദവ വിശ്വാസമനുസരിച്ച് നിലവിലുണ്ട്. ഓരോരുത്തരും അവരുടെ ആരാധനാ സമ്പ്രദായം അനുസരിച്ചിട്ട് ഓരോ മന്ത്രങ്ങളും തിരഞ്ഞെടുക്കുന്നു. വൈഷ്ണവ ഭക്തരും ശൈവഭക്തരും ശാക്തേയ ഭക്തരും എന്നുള്ള 3 തരത്തിൽ ഭക്തിയും തന്നെ 3ആയി വേർതിരിച്ചിരിക്കുമ്പോഴും ഇവയിലൊക്കെയും തന്നെ പരമപ്രധാനമായ മന്ത്രജപം തന്നെയാണ് ഏറ്റവും മോക്ഷമാർഗമായി നാം കരുതി പോരേണ്ടത്. ഇങ്ങനെയുള്ള മന്ത്രജപങ്ങളിലൂടെ മോക്ഷവും സൗഭാഗ്യങ്ങളും കൈവരുന്നു. മഹാവിഷ്ണുവിൻ്റെ മന്ത്രമായ ദ്വാദശാക്ഷരി മന്ത്രം നിത്യേന 11 പ്രാവശ്യമോ 108 പ്രാവശ്യമോ അല്ലെങ്കിൽ സമയം പോലെ 1008 പ്രാവശ്യമോ ഉരുവിടുന്നത് ശ്രേഷ്ഠമായി തന്നെ പറയുന്നു. ഈ മന്ത്രം ജപിക്കുന്നത് അത്യധികം പുണ്യവും മോക്ഷസിദ്ധിയുമാണ് ഫലം. ലളിതമായ സംസ്കൃത പദവാക്യമാണ് ഈ ഓം നമോ ഭഗവതി വാസുദേവായ എന്നുള്ള 12 അക്ഷരമുള്ള ദ്വാദശാക്ഷരി മന്ത്രം. എന്നാൽ അതിൻ്റെ സാരാംശം അതീവ മഹത്വവുമാണ് താനും. ഭൂലോക വൈകുണ്ഠനാഥനായ ഗുരുവായൂരപ്പൻ്റെ തിരുനടയ്ക്ക് മുമ്പിലും ദ്വാദശാക്ഷരി മന്ത്രം ആലേഖനം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാവിഷ്ണുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന ശ്രീമദ് മഹാഭാഗവത്തിലെ 4ാം സ്കന്ധത്തിലാണ് ദ്വാദശാക്ഷരി മന്ത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നത്. വൈവസ്വത മനുവിൻ്റെ പുത്രനായ ഉദ്ധാനപാദന് സുരുചി എന്നും സുനീതി എന്നും 2 ഭാര്യമാരുണ്ടായിരുന്നു. സുരുചിയിൽ ഉത്തമൻ എന്ന പുത്രനും സുനീതിയിൽ ധ്രുവൻ എന്ന പുത്രനും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഉദ്ധാനപാദൻ ഉത്തമനെ മടിയിലിരുത്തി ലാളിക്കുന്നത് കണ്ട ധ്രുവൻ ഓടിച്ചെന്ന് അച്ഛൻ്റെ മടിയിലിരിക്കാൻ തുടങ്ങിയപ്പോൾ സുരുചി അതിന് തടസ്സം നിന്നു. ഇതിൽ മനംനൊന്ത ധ്രുവൻ അമ്മയുടെ അടുത്ത് എന്ന് കാര്യങ്ങൾ പറഞ്ഞു. ധ്രുവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് വിഷ്ണുഭക്തയായ സുനീതി ഹരിനാരായണമൂർത്തിയെ പ്രാർത്ഥിച്ചാൽ സകല വിഷമങ്ങളും അകലും എന്ന് ഉപദേശിച്ചു കൊടുക്കുന്നു. അമ്മയുടെ വാക്കുകൾ ശ്രവിച്ച് ധ്രുവൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനായി കൊട്ടാരം വിട്ടിറങ്ങി. വയ്യേരിയിൽ വെച്ച് നാരദ മഹർഷിയെ കാണുന്നു. ഭഗവാനെ എങ്ങനെയാണ് പൂജിക്കേണ്ടതെന്നും ധ്യാനിക്കേണ്ടതെന്നും മഹർഷി ധ്രുവന് പഠിപ്പിച്ചു കൊടുത്തു. നാരദ മഹർഷി ധ്രുവന് പറഞ്ഞു കൊടുത്ത മന്ത്രമാണ് ഓം നമോ ഭഗവതി വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രം. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് മന്ത്രം ചൊല്ലി തപസ്സനുഷ്ഠിച്ച ധ്രുവന് മുമ്പിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയും സർവൈശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്തു. ഓം നമോ ഭഗവതി വാസുദേവായ എന്ന 12 അക്ഷരങ്ങളിൽ ഓം പരമപ്രദവും അനന്തവുമായ ഒരു ആത്മാവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. നമോ എന്നാൽ നമിക്കുക അല്ലെങ്കിൽ ആരാധിക്കുക എന്നാണ് അർത്ഥമാകുന്നത്. ഭഗവതി എന്നാൽ സംസ്കൃതത്തിൽ ദൈവം എന്നർത്ഥമാകുന്നു. എല്ലാ ഐശ്വര്യങ്ങളുടെയും ഭാഗ്യങ്ങളുടെയും നാഥനായവൻ ആരോ അവൻ ഭഗവാൻ എന്ന് തന്നെ അർത്ഥമാകാം. ശ്രീ, കീർത്തി, ശക്തി, ജ്ഞാനം, സൗന്ദര്യം, ത്യാഗം എന്നീ ദിവ്യഗുണങ്ങൾക്കും നാഥൻ ദൈവം എന്നർത്ഥമാകുന്നു. വാസുദേവായ എന്നാൽ വസുദേവരുടെ പുത്രൻ എന്ന അർത്ഥത്തിൽ വരുമ്പോൾ അത് വാസുദേവൻ എന്ന് പറയുന്നു. മറ്റൊരർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ വാസു എന്നാൽ എല്ലാ ജീവജാലങ്ങളുടെയും ജീവൻ എന്നും ദേവൻ എന്നാൽ ദൈവമെന്നും അർത്ഥമാകുന്നു. വാസുദേവൻ എന്നുള്ളതിന് എല്ലാ ജീവജാലങ്ങളുടെയും ജീവനായ ദൈവം എന്നാണ് അർത്ഥം. അതായത് ഈശ്വരൻ തന്നോടുകൂടെയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന മഹാമന്ത്രം കൂടിയാണ് ദ്വാദശാക്ഷരി മന്ത്രം. എല്ലാ മനുഷ്യർക്കും അവരവരുടെ കർമ്മമണ്ഡലത്തിൽ നിന്നും മുക്തി നേടുവാൻ സഹായിക്കുന്നതാണ് പരമസ്വരൂപനായ നാരായണമൂർത്തിയുടെ ഈ മന്ത്രം. വൈഷ്ണവ മന്ത്രങ്ങളിൽ പ്രധാനം ദ്വാദശാക്ഷരി മന്ത്രമാണെന്ന് ശാരദാതിലകത്തിലും പറയപ്പെടുന്നു. ഇങ്ങനെയുള്ള
ദ്വാദശാക്ഷരി മന്ത്രത്തിൻ്റെ ഗുണഫലങ്ങൾ എത്രയധികം വർണ്ണിച്ചാലും തീരാത്തതാണ്. നമുക്ക് ഏവർക്കും തന്നെ വൈഷ്ണവ ഭക്തിയുടെ പരമപദത്തിൽ എത്തുവാൻ വേണ്ടിയിട്ട് ഈ ദ്വാദശാക്ഷരി മന്ത്രം നമ്മെ സഹായിക്കും. പൂർണ്ണ ഭക്തിയോടെ, വിശ്വാസത്തോടെ, ശുദ്ധിയോടെ ഈ മന്ത്രം ദിവസവും ജപിക്കുന്നതിലൂടെ എല്ലാ മോക്ഷവും നമുക്ക് കൈവരുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരവും സമയം കിട്ടുമ്പോഴൊക്കെ കുറഞ്ഞത് 8 തവണയോ അല്ലെങ്കിൽ 108 തവണയോ ഒക്കെ ഈ മഹാമന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള 12 അക്ഷരമടങ്ങുന്ന ഈ മഹാമന്ത്രം നിത്യവും ജപിച്ച് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് പാത്രീഭൂതരാകാൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ദ്വാദശാക്ഷരി മന്ത്രത്തിൻ്റെ വിശിഷ്ട ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നും അതിൻ്റെ മഹത്വം എന്തൊക്കെയാണ് എന്നും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം എന്നറിയിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതലറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.